ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാന്താര സിനിമയുടെ ക്ലൈമാക്സ് അടിപൊളി രംഗം നമ്മൾ ഒന്നും കൂടി കണ്ട് റിയാക്ട് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ തവണയായിരിക്കും മിക്കവാറും അത് കാണുന്നത്. കാരണം ഞാൻ സിനിമ തിയേറ്ററിൽ പ്രാവശ്യം കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും OTT വന്ന സമയത്ത് പ്രാവശ്യം കണ്ടതായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഞാൻ കഴിഞ്ഞ സമയത്തപ്പോൾ എനിക്ക് വീണ്ടും കാണാൻ ഒരു തോന്നല്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എന്തായാലും കാണില്ല. അപ്പോൾ നമുക്ക് അത് കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കൂടി ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏറെ വീഡിയോയിലേക്ക് പോകാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ 2 പാർട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണേ. കാരണം കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വേണ്ട. കഴിഞ്ഞ ദിവസം റിയാക്ഷൻ വീഡിയോ നരസിംഹയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫൈറ്റിന്റെ. അപ്പൊ അത് കുറെ പേരൊക്കെ എന്നോട് കമന്റ് പറഞ്ഞു, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട, ഒരു ചെറിയ ലെങ്ത് ഉള്ള മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിൽ തന്നെ അവരുടെ ഹൊമ്പാല ഫിലിംസ് അവരുടെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങി. ഓക്കെ, സെറ്റ്. ഈ പടത്തില് ക്ലൈമാക്സിൽ ആ 20 മിനിറ്റ് കാണാൻ വേണ്ടിട്ട് തന്നെ കുറെ പേര് ആ ക്ലൈമാക്സ് സീൻ കാണാൻ വേണ്ടി മാത്രം 2-3 വർഷം കണ്ടവരുണ്ട്. എനിക്ക് അറിയാവുന്നവരുണ്ട്. കാരണം ഇവന്റെ വില്ലേജ് ഫുള്ളും നശിപ്പിക്കാണ് അവരുടെ മെയിൻ അധികാരി. ആ പടം കണ്ടിട്ടുണ്ടാവണല്ലോ. ഇത് മലയാളം കാണാൻ. ഔ ഓ ഓ ഈ പടം ആദ്യം തൊട്ട് ഒരു ഭാഗം ശരിക്കും പറഞ്ഞ ഫുൾ കോമഡികളാണ്. പിന്നെയാണ് പടം അങ്ങനെ സീരിയസ് ആയി തുടങ്ങുന്നത്. ഗണ്ണ് കൊടുക്ക അവസാനം പോലീസുകാരെ അവരെ സപ്പോർട്ട് ചെയ്യും. ആദ്യം പോലീസുകാരെ വില്ലന്മാരെ പോലെ വന്നിട്ട് ഇവൻ വിറ്റട്ടോ, സെക്കൻഡിൽ അടിപൊളിയാവൻ. ഒരു വിളിക്ക് 2 പക്ഷേ പുള്ളി ഉണ്ട് കേട്ടോ അവിടെ. അയ്യോ, ഓ ഋഷഭ് ഷെഡ്ഡി എന്റെ പൊന്നു മോനെ, ഞാൻ ഒരു പടത്തിലാണ് പുള്ളിയുടെ ഒരു മതിയായ ഒരു ഫാനായി പോയി അറിയട്ടോ. കാരണം ഒരു രക്ഷയില്ല. ഡയറക്ഷനും അഭിനയം കൂടി എങ്ങനെ പുള്ളിക്ക് സാധിക്കണമെന്ന് എനിക്കറിയില്ല. സ്റ്റാർ ക്യാമറ ആക്ഷൻ പറഞ്ഞിട്ട് പുള്ളി പുറകെ പോയി അഭിനയിക്കുമോ? എന്റെ പൊന്നു സമ്മതിച്ചു ഞാൻ പുള്ളിനെ, ഒന്നും പറയാനില്ല. ഓ കാരണം വോളി ഒരുപാട് ഞാൻ വെച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ വോളിയത്തിൽ എനിക്ക് കുറെ കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത പുതിയ കാന്താരയിൽ ഇവന് കുറച്ചും കൂടി സൈസ് ഉണ്ട്. അവൻ ജിമ്മിലൊക്കെ പോയി അടിപൊളിയായിരുന്നു പുള്ളിയാള്. അയ്യോ, അവന്റെ കൂട്ടാരൻ. ഇത് തിയേറ്ററിൽ കണ്ടൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ പറയാൻ ചെയ്യുമ്പല്ല. അത്ര അടിപൊളി സീനായിരുന്നു അത്.
ഓ അവൻ പിന്നീന്ന് അടിച്ചു. ഇവൻ പുതിയ കാന്താരയിൽ ഇവൻ ഇങ്ങനെ തന്നെയാണ് സ്വഭാവം. ഇവൻ പോവും, അവരെ ഫൈറ്റ് നിൽക്കില്ല. ഓ എന്തോരം ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ. ബാക്കി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓ ഇനി ആണുങ്ങട് കത്താൻ പോണേ. എന്റെ അമ്മോ സീന്. ഒന്ന് നിർത്തിയിട്ട് വാടാ, എല്ലാം കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പാർട്ടിലായിരിക്കും. നല്ല കിടില സീനാണ്. അതിപ്പോ ഇതിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൊമാല ഫിലിംസിന്റെ മെയിൻ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.